ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭ BJP വിജയിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJPയുടെ അഡ്വക്കേറ്റ് PL ബാബുവാണ് പുതിയ മുനിസിപ്പൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, പറയൂ. ദിലീപ്, ചരിത്രത്തിൽ ആദ്യമായി BJP തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കാൻ പോകുന്നു. BJPയുടെ PL ബാബുവാണ് തൃപ്പൂണിത്തുറ നഗരസഭ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 21 വോട്ടുകളാണ് NDAക്ക് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് KT അഖിൽദാസ് ആണ്. അഖിൽദാസിന് 18 വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതാണ്. 2 വോട്ടുകൾ അസാധുവായി എന്നൊരു അനൌദ്യോഗിക വിവരം ലഭ്യമാകുന്നുണ്ട്. അല്പസമയത്തിനും തന്നെ അതിലൊരു സ്ഥിരീകരണം ലഭ്യമാകും. 2 റൗണ്ടുകളായാണ് മത്സരം നടന്നത്. ആദ്യത്തെ റൗണ്ടിൽ UDFും LDFും NDA മത്സരിച്ചു. UDFന് 12 വോട്ടുകൾ ലഭിച്ചു. അവർ ആദ്യത്തെ റൗണ്ടിൽ നിന്ന് രണ്ടാമത്തെ റൗണ്ടിലേക്ക് യോഗ്യത ലഭിച്ചില്ല. പിന്നീട് രണ്ടാമത്തെ റൗണ്ടിൽ LDFും NDAയും തമ്മിലായിരുന്നു പോരാട്ടം. BJPക്ക് 21 സീറ്റുകളും LDFന് 20 സീറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ 21 വോട്ടുകളും നേടിയാണ് അഡ്വക്കേറ്റ് BL ബാബു തൃപ്പൂണിത്തുറയുടെ BJPയുടെ നഗരസഭാ ചെയർമാനായി മാറുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് BJP തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഭരണം പിടിക്കുന്നത്. 2020-ൽ 15 സീറ്റുകൾ BJPക്ക് ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ നിന്ന് 2 സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത് 17 സീറ്റായി അത് ഉയർത്തി. അന്ന് മുതൽ തന്നെ ഒരു A ക്ലാസ് നഗരസഭയായി BJP തൃപ്പൂണിത്തുറയെ കണ്ടിരുന്നു. ആ തൃപ്പൂണിത്തുറ നഗരസഭയിൽ പിന്നീട് അതുമായി കേന്ദ്രീകരിച്ച് നഗരസഭാ ഭരണം പിടിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 17-ൽ നിന്ന് ഇത്തവണ അത് 21-ലേക്ക് മാറിയത്. BJP സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ ഇറക്കി സംസ്ഥാനത്തുടനീളം നടത്തിയ പ്രചരണത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു നഗരസഭയായിരുന്നു ഇത്. സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരൊക്കെ നേരിട്ട് എത്തി ഏകോപനവും അതോടൊപ്പം നേതൃത്വമൊക്കെ നൽകിയ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇവിടെ നടത്തിയത്. അതുതന്നെയാണ് BJPക്ക് മുതൽക്കൂട്ടായി മാറിയത്. BJP 21 സീറ്റുകൾ 17-ൽ നിന്ന് 21-ലേക്ക് സീറ്റ് ഉയർത്താനായി. അതോടൊപ്പം ചരിത്ര പ്രാധാന്യമുള്ള തൃപ്പൂണിത്തുറ നഗരസഭ ഇനി മുതൽ BJP ആയിരിക്കും ഭരിപ്പിക്കുക. 21 സീറ്റുകളോടെ BJP തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കാൻ പോകുന്നു. 40 വർഷം LDFും 5 വർഷം UDFും ഭരിച്ച തൃപ്പൂണിത്തുറ നഗരസഭയിലാണ് ഇപ്പോൾ ആദ്യമായി BJP ഭരിക്കാൻ പോകുന്നതെന്നുള്ള പ്രത്യേകത ഉണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വിജയിച്ച ആളുകളുടെ പ്രതികരണം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടത്തുക. നഗരസഭയുടെ പുതിയ ചെയർമാനായി BJPയുടെ NDAയുടെ അഡ്വക്കേറ്റ് PL ബാബു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. LDFിനെ തോൽപ്പിച്ചത് 20-നെതിരെ 21 വോട്ടുകൾക്കാണ്. ക്ഷമിക്കണം, NDA സ്ഥാനാർത്ഥി വിജയിച്ചത് 21 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 18 വോട്ടുകളാണ്. 18-നെതിരെ 21 വോട്ടുകൾക്കാണ് തൃപ്പൂണിത്തുറ നഗരസഭ BJP പിടിച്ചത്. BJPയുടെ അഡ്വക്കേറ്റ് PL ബാബുവാണ് തൃപ്പൂണിത്തുറ നഗരസഭയുടെ പുതിയ ചെയർമാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.